പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ ദാനമാണ്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്നേഹ സമ്മാനമാണ്. ഞങ്ങളെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, കൊടുങ്കാറ്റായി ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഈ കൂട്ടായ്മയുടെ മേലും ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ആഞ്ഞു വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏറ്റെടുക്കണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഇന്നലെയൊക്കെ ഒത്തിരിയേറെ മക്കളുടെ വേദനകൾ, നൊമ്പരങ്ങൾ, കട്ടനട്ടങ്ങൾ, തകർച്ചകൾ, ദുരന്തങ്ങൾ എല്ലാം പറഞ്ഞ് കുറേ പേര് മെസ്സേജ് വിട്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ദൈവം എല്ലാം കാണുന്നുണ്ട്, ദൈവം എല്ലാം കേൾക്കുന്നുണ്ട്, ദൈവത്തിന് എല്ലാം അറിയാം. ആ ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചന പുസ്തകത്തില് 59-ാം അധ്യായത്തിന് 1-2 വചനം പറയുന്നുണ്ടല്ലോ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഇനി കാരണങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ രക്ഷയും, കർത്താവ് കേൾക്കുന്നു, കർത്താവ് കാണുന്നു, കർത്താവ് ഇടപെടുന്നു, കർത്താവ് അനുഗ്രഹിക്കുന്നു, കർത്താവ് വിടുവിക്കുന്നു. ആ ഒരു അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ദൈവം എല്ലാം കാണുന്നുണ്ട്, അറിയുക. ഇന്നലെ ഒരു അമ്മച്ചി വളരെ വേദനയോടുകൂടി പറയായിരുന്നു, അമ്മച്ചിനെ ഇട്ടിട്ട് പോയ അപ്പച്ചൻ, പങ്കാളി, ജീവിത പങ്കാളി, അത് എല്ലാ ദിവസവും ഈ ഭർത്താവിനെ കാണും. സ്വന്തം വീട്ടിലല്ല താമസിക്കുന്ന, വേറെ ദൂരെയുള്ള ഒരു സ്ത്രീയുടെ കൂടെ താമസിക്കുന്ന ഭർത്താവ്. അവിടെ എല്ലാവർക്കും അറിയാം ഈ ഭർത്താവിനെ എല്ലാ ദിവസവും പള്ളി പോകുമ്പോൾ കാണുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ. പള്ളിയിലല്ല, പള്ളി പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ഭാര്യ. അതോടൊപ്പം തന്നെ അതിനെയോർത്ത് വേദനിച്ച് നാട്ടിൽ നിൽക്കാൻ പറ്റാതെ മകൻ നാട് വിട്ടുപോയിരിക്കുന്നു, ദൂരസ്ഥലത്തായിരിക്കുന്നു. മകള് വിദേശത്ത് പഠിക്കുന്നു, ജോലി ചെയ്യുന്നു. നാട്ടിൽ ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയുന്ന ഒരമ്മയുടെ നൊമ്പരോ പേരെ കൊണ്ട് നിലവിളിച്ച് ഒരമ്മച്ചി വിളിച്ച് സങ്കടം പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വേദനിക്കുന്ന കുറെ മക്കള്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള വലിയൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകൾ കർത്താവിനോട് വിവരിച്ച് പറയുക. 119-ാം സങ്കീർത്തനം 25-ാം വചനം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അവസ്ഥ കർത്താവിനോട് വിവരിച്ച് പറഞ്ഞു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഇന്നലെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ എന്താ പറയാ, തിരസ്കരിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട നൊമ്പരത്തിന്റെ സംഭവങ്ങൾ കേട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് പഴയ നിയമത്തിലെ ഹാഗാറിന്റെ ഒരു അനുഭവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 21-ാം അധ്യായത്തില് ഹാഗാറിനെ ഉപേക്ഷിക്കുന്ന അബ്രാഹം, സാറ നമ്മൾ കാണുന്നുണ്ട്. ഹാഗാറുമുണ്ട്, കൊച്ചുണ്ട്, ഇസ്മായിലുണ്ട്. ഇവരെങ്ങനെയാണ് ഉപേക്ഷിച്ച? കുറച്ച് അപ്പം എടുത്തു കൊടുത്തു, ഒരു സഞ്ചിയിൽ കുറച്ച് വെള്ളം കൊടുത്തു, എന്നിട്ട് മരുഭൂമിയിലേക്ക് ഇറക്കി വിടുകയാണ്. ഈ പാവപ്പെട്ട ഈ അടിമ പെൺകുട്ടി, അവള് ആഗ്രഹിച്ച് ചെയ്ത പാപമല്ലത്, ചെയ്തല്ല, സ്വന്തം യജമാനത്തിന്റെ സമ്മതത്തോടു കൂടി അബ്രാഹത്തിന് കൊടുത്തു. അബ്രാഹം പ്രാപിച്ചു, അതിന്ന് കൊച്ചുണ്ടായി. ഇവൾക്ക് ചോദിക്കാൻ ആരും പറയാനുമില്ല, ആരും ചോദിക്കാനും പറയാനുമില്ല. അങ്ങനെ ഇരിക്കെ ഈ പെൺകുട്ടിയെ, ഈ ഹാഗാറിനെ, ഈ ഭർത്താവാകുന്ന അല്ലെങ്കിൽ ഈ അബ്രാഹം, ഈ സാറ, ആ മകനെയും ഈ മകളെയും കൂടി മരുഭൂമിയിലേക്ക്, നമുക്കറിയാം മരുഭൂമി ഒത്തിരിയേറെ ഏകാന്തത, ചൂട്, വെള്ളം അവിടെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ആ തോൽക്കൂടത്തിലെ വെള്ളം അവസാനിച്ചു, ഭക്ഷണം തീർന്നു, കുഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. വെള്ളമില്ലാതെ നിലവിളിക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥ കണ്ട് കുഞ്ഞ് മരിക്കാൻ പോവാ. ഈ അവസ്ഥയിൽ ഈ ഹാഗാർ എന്ത് ചെയ്ത്, ആ കുഞ്ഞിനെ ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് ഒരു 50 ഏറ് ദൂരം മാറി നിന്ന്, തിരിഞ്ഞു നിന്ന്, കൊച്ചിനെ നോക്കാൻ പോലും പറ്റാത്ത വേദനയില് തിരിഞ്ഞു നിന്ന് കരയോ. ആ കുഞ്ഞിന്റെ നിലവിളി അതിശക്തമായി ഉയരുകയാണ്. അത് നമ്മൾ വായിക്കുന്നുണ്ട് 21-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം വായിക്കാണ്. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു.
എന്റെ മക്കളെ, നമ്മുടെ കരച്ചില്, നമ്മുടെ മക്കളുടെ കരച്ചില് ദൈവം കേട്ടു. ദൈവമെല്ലാം കാണുന്നുണ്ട്. ദൈവം നമ്മുടെ കരച്ചില് കേൾക്കുന്നുണ്ട്. ദൈവം പിന്നീട് ഇടപെട്ടിട്ട് ദൈവം ചെയ്ത പ്രവൃത്തികൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവം നമ്മെ തിരസ്കരിക്കുമ്പോ, നമുക്ക് അന്യായമായ കാര്യങ്ങൾ ചെയ്യുമ്പോ, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഓസ്ട്രേലിയയില, അവളുടെ ഒരു കുഞ്ഞുണ്ട്, ഭർത്താവ് ഉപേക്ഷിച്ചു, ഡൈവേഴ്സിന് കേസ് കൊടുത്തേക്കണു, അവൾക്കറിയില്ല. ഇന്നലെ വിളിച്ചിട്ട് പറയാ, ഞാൻ എന്ത് ചെയ്യണം അച്ഛാ? അച്ഛൻ പറ. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ? ശാന്തമാക്കുക. ഒരു സംഭവം ഉണ്ടാകുമ്പോ നമ്മൾ പെട്ടെന്ന് ചാടിക്കരുതൊന്നും ചെയ്യരുത്. ആ പെൺകുട്ടി, എനിക്കറിയാം, ഒരു കല്യാണം ഡൈവോഴ്സായി, ഉടൻ തന്നെ അടുത്ത കല്യാണം വന്നു, അത് കയറി, അതിനുശേഷം കൊച്ചുണ്ടായി, പെണ്ണെ അവനുപേക്ഷിച്ചു, അവന്റെ അമ്മ ഭയങ്കര പ്രശ്നം, അമ്മായിമ്മ ഭയങ്കര പോര്, ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും. ഞാൻ ഓർക്കാണ്, നമ്മുടെ കുടുംബത്തിലൊക്കെ ഈ അമ്മായിമ്മമാരും ഈ മരുമക്കളും ഈ അമ്മയും ഈ അപ്പനും ഈ ഭർത്താവും ഈ ഇതൊക്കെ എന്ത് കഷ്ടാച്ചത് കേൾക്കുമ്പോ. അമ്മായിമ്മ സ്വന്തം മകനെ ഭാര്യയോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കണില്ല. ഒത്തിരി സംഭവങ്ങൾ. എൻ്റെ മക്കൾ, ഇതൊക്കെ വരുമ്പോ നമ്മൾ ചെയ്യേണ്ടത് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവിനെ സമർപ്പിക്കുക, കാത്തിരിക്കുക. ആ സമയത്തൊന്നും ചെയ്യാൻ പോകണം. ചില മക്കൾ അപ്പോഴേക്കും, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, ഞാൻ ചാവാൻ പോവാ, ഞാൻ കേസ് കൊടുക്കാൻ പോവാ. ഒന്നും ചെയ്യാൻ പോകണ്ട. ശാന്തമാകുക, ക്ഷമയോടെ കാത്തിരിക്കുക, ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, വേറെ ആരോട് ചെന്ന് പറഞ്ഞു നടക്കാൻ പോകണ്ട. നമ്മുടെ കാര്യത്തില് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ചരണപ്പെട്ട്, ദിവ്യകാരുണ്യ സന്നിധിയിലെല്ലാം പരമേൽപ്പിച്ചിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവം ഇടപെടും, ദൈവം ഇടപെടും. ആ ഇടപെടല് നമ്മെ രക്ഷിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മെ സമാധാനത്തിലേക്ക് നയിക്കുന്ന, നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ അതിശക്തമായ ഇടപെടലായിരിക്കും. ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാം മക്കളെ, ഇന്നലെ അച്ഛൻ പറഞ്ഞു, എല്ലാ കുടുംബത്തിലും ഒന്നല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിന്റെ പിന്നിലൊക്കെ ശക്തമായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പല പല വ്യക്തികൾ, പല പല സ്വഭാവങ്ങള്, പല പല ആഗ്രഹക്കാര്, പല പല ഭാഷക്കാര്, ഒരു വീട്ടിൽ തന്നെ പല പല ഭാഷക്കാരുണ്ട്. ഒക്കെ നമുക്ക് ദിവസങ്ങളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വരും. ഒരു മരുമകള് ചങ്കുപൊട്ടി കരയുന്ന, കണ്ണീര് കാണാൻ പറ്റാത്ത സ്ത്രീയായ മരുമകളുടെ അമ്മായിമ്മ. ചില സ്ത്രീകളുണ്ട് മക്കളെ, ഞാൻ എപ്പോഴും പറയും, ചില സ്ത്രീകള് ഈ മാനുഫാക്ചറിങ്ങിന്റെ മേഖലയില് ഇങ്ങനെ പറയാറുണ്ടല്ലോ, ആണുങ്ങളെ കളിമണ്ണിന്ന് ഉണ്ടാക്കിയ, എന്നാൽ പെണ്ണുങ്ങളെ ഉണ്ടാക്കിയത് വാരിയല്ലിന്ന. മണ്ണില് വെള്ളം വീണാലൊക്കെ, കണ്ണീര് വീണാലൊക്കെ ഒന്നലിയും. വാരിയലില് കണ്ണീര് പോയിട്ട് ആസിഡ് വീണാൽ പോലും ഒരനക്കമില്ലാത്ത ചില സ്ത്രീകളുണ്ട്, അമ്മായിമ്മമാര്, മരുമക്കള്, ചില മക്കള്, പെൺകുട്ടികള്. എന്റെ പൊന്നോ, നമ്മൾ കേൾക്കുമ്പോ തന്നെ നമുക്ക് സങ്കടമല്ല, ചിലപ്പോ ദേഷ്യം കരിയും വരും, സങ്കടം വരും. എന്ത് ചെയ്യാം? ഈ സാറായി ചെയ്ത പ്രവൃത്തി, അബ്രാഹം ചെയ്ത പ്രവൃത്തി, ഹാഗാറിനെ സംബന്ധിച്ച്, ആ കുഞ്ഞായ ഇസ്മായിലിനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? പക്ഷേ അവിടെ ദൈവം ഇടപെടും, ദൈവം കാണും, ദൈവം ശക്തി പ്രകടമാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വക പ്രശ്നങ്ങളൊക്കെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ നമുക്ക് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ: ക്ഷമിക്കുക, കാത്തിരിക്കുക, ശാന്തമാക്കുക. ആ സമയത്ത് ഒന്നും ചെയ്യണ്ട, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവിനോട് പറയുക, കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് കേൾക്കുന്നുണ്ട്, കർത്താവ് ഇടപെടും, കർത്താവ് ഇറങ്ങി വരും. 38 വർഷം ബെസ്യദാ കുളക്കരയില് ആരുമില്ലാതെ, സഹായത്തില്ലാതെ കിടന്ന ആ തളർവാദ രോഗിയുടെ അരികിലേക്ക് കണ്ട് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവ് നമ്മുടെയും ജീവിതത്തിലും, നമ്മുടെയും കുടുംബത്തിലും, നമ്മുടെ അവസ്ഥയിലും ഇറങ്ങി വന്ന് ഇടപെടും. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മെ പോലെ സമാനമായി സഹിക്കുന്ന അനേക മക്കളുടെ കൂട്ടായ്മയാണ് നമ്മുടെ കൂട്ടായ്മ. ഇത് ഈ കൂട്ടായ്മയില്ല, ഈ ലോകത്തിലെ എല്ലാ കുടുംബങ്ങളിലും മക്കളിലും ഈ അവസ്ഥകളുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇടപെടലിനു വേണ്ടി പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, ക്ഷമയോടെ കാത്തിരിക്കാൻ ഒരു അഭിഷേകം നമുക്ക് വേണം.
ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ആത്മഹത്യ ചെയ്യാനോ ഇറങ്ങിപ്പോകാനോ അല്ലെങ്കിൽ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഡൈവോഴ്സിന്റെ പിന്നാലെ പോകാനോ ശപിക്കാനോ പ്രാകാനോ വെറുക്കാനോ ഒന്നും പോണ്ട. കർത്താവിനെ വിളിച്ച് നമുക്ക് ഇടപെടുത്തിക്കാം. നമ്മുടെ ദൈവം ഇടപെടും. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അച്ഛൻ പറയണം, മക്കളെ, നമ്മുടെ കൂട്ടായ്മ ഇനിയും വളരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് പറഞ്ഞും പ്രേരിപ്പിച്ചും അനേകരെ പങ്കെടുപ്പിക്കാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ അടുത്ത ധ്യാനം ഈ ജൂലൈ മാസം 3-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ്. സാധിക്കുന്ന മക്കൾക്ക് ഈ ധ്യാനത്തിൽ കൂടിയൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നവരെ പങ്കെടുക്കുക. നമ്മുടെ ബുക്കിംഗ് നമ്പറാണ് 920 തുടങ്ങുന്ന നമ്പർ നമ്മുടെ ഈ ചാനലിൽ കാണിക്കുന്നുണ്ട്. അവസാനം ഒരു പോസ്റ്റർ ഉണ്ട് ഈ വീഡിയോയുടെ. അതിൽ നമ്മുടെ ഈ വർഷത്തെ ധ്യാനവും ഈ മാസത്തെ ജൂലൈ മാസത്തെ ധ്യാനവും ഒക്കെ പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്റർ അടിയിൽ ബുക്കിംഗ് നമ്പർ, ആദ്യത്തെ നമ്പറാണ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ, രണ്ടാമത്തെ നമ്പർ അച്ഛൻ്റെ പേഴ്സണൽ നമ്പറാണ്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അധികം പേര് ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ ഒത്തിരിയേറെ ഫോൺ വിളികൾ വരുന്നത്. ഞങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒട്ടും സമയം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ നിങ്ങൾ അച്ഛൻ്റെ വാട്സപ്പ് നമ്പറിൽ വോയിസ് മെസ്സേജ് ഇടുക. ആദ്യത്തെ നമ്പർ നമ്മുടെ ഇവിടുത്തെ ശമ്മാശനാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ബുക്കിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വോയിസ് മെസ്സേജ് വിട്ടാൽ എന്നോട് പറയും. എന്നാലും നിങ്ങൾ വോയിസ് മെസ്സേജ് വിടാനായിട്ട് ശ്രദ്ധിക്കുക. ഫോൺ വിളിച്ച് നേരിട്ട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ വരിക. 3 ദിവസവും ഇല്ല. നമുക്കറിയാം, വീക്കെൻഡ് ധ്യാനമാണ്. വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങും, ഞായറാഴ്ച വൈകിട്ട് തീരും. ഈ മേഖലകളിൽ വന്നിരുന്ന് കുടുംബവൃക്ഷത്തെ, നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി കുമ്പസാരിച്ച് പാപപരിഹാരം ബലിയർപ്പിച്ച് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച് ശക്തീകരണ വിടുതൽ പ്രാപിക്കാനായിട്ട് ഒത്തിരി സഹായിക്കുന്ന ധ്യാനമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി താല്പര്യത്തോടെ കടന്നു വന്ന് സ്വീകരിച്ചാൽ 1000 വട്ടം എനിക്ക് ഉറപ്പാണ് അത് നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ, തലമുറകളെ സ്വാധീനിക്കും, രക്ഷിക്കും, വലിയ വിടുതലിലേക്കും അഭിഷേകത്തിലേക്കും നയിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങി വരിക. എന്നെ വരുമ്പോൾ എനിക്ക് പറയാനുള്ള, എല്ലാവരും തന്നെ വിശുദ്ധ ബൈബിൾ കൊണ്ടുവരിക. ഇവിടെ വന്നിട്ട് പിന്നെ ബൈബിൾ ഇല്ല, എഴുതിയെടുക്കാൻ നോട്ട് ബുക്ക് ഇല്ല, പേനയില്ല, ഇവിടെ കിട്ടും. ബൈബിൾ നിങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുവരണം. അങ്ങനെ ആഗ്രഹിച്ച് കർത്താവിനെ കേട്ട് കർത്താവിനെ സ്വീകരിച്ച് കർത്താവ് പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി നമ്മുടെ ധ്യാനങ്ങളെ ബലപ്പെടുത്താനിടയാകണം. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ധ്യാനത്തിലേക്ക് അച്ഛൻ ക്ഷണിക്കുകയാണ്. 2 കൺവെൻഷൻ, പിന്നെ ഇതിന് ശേഷം 17, 18, 19 വീണ്ടും ധ്യാനമുണ്ട്. പിന്നെ അവസാനം 31, 1, 2 ധ്യാനമുണ്ട്. അതിലൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ശുശ്രൂഷ മുടങ്ങാതെ കൂടുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും ഞങ്ങളെ വഴി നടത്തുവാനും ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാം തരാനും വേണ്ടിയാണല്ലോ അങ്ങ് ദിവ്യകാരുണ്യമായിട്ട് മാറിയത്. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, വേദനിക്കുന്ന മക്കള്, തകർന്നുപോയ മക്കള്, വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങള്, നിരാശയുടെ പടുകുടിയിലായിപ്പോയ മക്കള്, സമാധാനം നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങള്, സന്തോഷമില്ലാത്ത കുടുംബങ്ങള്, സ്നേഹമെന്തെന്നറിയാൻ പോലും പറ്റാത്ത വിധം വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും നിറഞ്ഞ ജീവിതങ്ങള്, പ്രതികാരാവസ്ഥയിൽ എന്ന പോലെ കുടുംബത്തിൽ കഴിയുന്ന മക്കള്, ഈശോയെ, എല്ലാ മക്കളെയും തിരു മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിലവിളിക്കുന്ന മക്കളുടെ നിലവിളി കേൾക്കുന്നവനാണ് അവിടെ നിന്ന് ഇന്ന് ഞങ്ങളോട് പറഞ്ഞു. ഹാഗാറിന്റെ നിലവിളി, ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഇറങ്ങി വന്ന് ഇടപെട്ട കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ മക്കളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ വേദനകളിലേക്ക്, നമ്മുടെ നിലവിളിക്കുന്ന മക്കളുടെ നിലവിളികളിലേക്ക് ഈശോയെ അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ കാണുന്നുണ്ടെന്നുള്ള ചിന്ത തന്നെ ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാം സമർപ്പിക്കും മക്കളെ. എല്ലാം അറിയുന്ന കർത്താവാണ് നമ്മുടെ ദിവ്യകാരുണ്യ ഈശോ. ഈശോ എല്ലാം കാണുന്നുണ്ട്. നിനക്കെതിരെയുള്ള അനീതികള്, നിനക്കെതിരെ ചെയ്യുന്ന പ്രവൃത്തികള്, ഹാഗാറിനെതിരെ അബ്രാഹവും സാറായിയും ചെയ്ത പ്രവൃത്തി, ആ പിഞ്ചു കുഞ്ഞിനെ
മരണത്തിന് വിട്ടുകൊടുത്ത പോലെ മരുഭൂമിയിലേക്ക് കൊല്ലപ്പെടാൻ വേണ്ടി, മരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത ഒരവസ്ഥയാണ് നമുക്കറിയാം. അവിടെയും ദൈവം ഇടപെട്ടു. ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആ നിലവിളി ഉയർന്നു. കർത്താവേ, ഈ മക്കളുടെ കണ്ണുനീരും നിലവിളികളും നൊമ്പരങ്ങളും അങ്ങയുടെ മുമ്പിൽ ഉയരുന്നുണ്ടല്ലോ. കർത്താവേ, അങ്ങ് കാണണമേ, അങ്ങ് കേൾക്കണമേ, അങ്ങ് ഇടപെടണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ, വിടുതൽ നൽകി അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിന്റെ വേദനകള്, നൊമ്പരങ്ങളെല്ലാം ദിവ്യകാരന്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ച മക്കളെ, കുടുംബജീവിതത്തിന്റെ നൊമ്പരങ്ങൾ, ഒത്തിരി സ്വപ്നങ്ങളോടെ, ഒത്തിരി പ്രതീക്ഷയോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ജീവിത പങ്കാളിൽ നിന്ന് ഊരിത്തിരി സ്നേഹം കിട്ടാതെ തള്ളിക്കളയപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട മരുഭൂമിയിലേക്കെന്ന പോലെ വലിച്ച് പറിച്ചെറിഞ്ഞു കളഞ്ഞ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ. ഈശോയെ, മക്കളെ നോക്കാതെ മക്കളെ ഉപേക്ഷിച്ച് കളഞ്ഞ ചില അപ്പന്മാര്, മക്കളുടെ കണ്ണുനീര്, നൊമ്പരങ്ങൾ, വേദനകൾ എല്ലാത്തിനു മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പൈശാചിക ശക്തികൾ കയറി ഭിന്നതയിലും വെറുപ്പിലും വാശിയിലും വഴക്കിലും വിവാഹമോചനത്തിലും കർത്താവെ അടിമപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അങ്ങയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളുടെയും ജീവിതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ആത്മാവിന്റെ വരദാനങ്ങളാൽ നയിച്ച് ഞങ്ങളെ വഴി നടത്തണമേ. മറ്റൊരാത്മാവ് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ, ജീവിതത്തെ നശിപ്പിക്കാനോ തകർക്കാനോ ഇടയാകാത്ത വിധം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ, ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ, ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുമാറാകട്ടെ. തിരുസന്നിധിയിലേക്ക് അതിനായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആശീർവാദത്തിനു വേണ്ടി വലിയദാഹത്തോടെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് ഉത്തരം തരും, കർത്താവ് ഇടപെടും. വിശ്വസിക്കുക, ദൈവമഹത്വം നാം ദർശിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങയുടെ വരങ്ങൾ, കൃപകൾ എല്ലാം ചൊരിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ അതിശക്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ആ കൃപയും അനുഗ്രഹവും ആശീർവാദവും സ്വീകരിച്ച എൻ്റെ മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മെ കാണുന്ന കർത്താവ് നമ്മളെ കൈവിടില്ല മക്കളെ. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന്റെ സ്നേഹത്തിൽ തിരിച്ചു പിടിക്കാൻ, കർത്താവിന്റെ നാമത്തിൽ തിരിച്ചു പിടിക്കാൻ കർത്താവ് നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. അനേക മക്കളെ വീണ്ടും വീണ്ടും നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് കൂട്ടിച്ചേർക്കാം.
അനേകം കുടുംബങ്ങൾ നമ്മുടെ കൂട്ടായ്മയിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കളും